നിങ്ങളുടെ ജീവിതം യാദൃശ്ചികമാണോ അതോ വ്യക്തമായ ഉദ്ദേശ്യത്തോടുകൂടി നടക്കുന്നതാണ്? ഇതിനെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ കയറുന്നു. ഹ്യൂമൻ പർപ്പസ് ഈസ് റിയലൈസ്ഡ് when we consciously participate in nature's intelligent flow. മാനവ ജീവിത ഉദ്ദേശ്യം കണ്ടെത്തലും നിറവേറ്റലും, ഇതാണ് 5ാമത്തെ അധ്യായം. അതിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മാനവ ജീവിത ഉദ്ദേശ്യം. എന്താണ് ജീവിതത്തിന്റെ ഉദ്ദേശ്യം? എങ്ങനെയാണ് പ്രകൃതിയുടെ ബുദ്ധിയെയും മനസ്സിനെയും നാം അറിയേണ്ടത്? എങ്ങനെയാണ് ജീവിത സന്ദർഭങ്ങളെ എടുക്കേണ്ടത്? ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഇതിലും സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവിടെയും നയിക്കുമാറാകട്ടെ. നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ ആ ഒരു വിഷയത്തിൽ മാത്രം ജീവിതത്തിന്റെ പർപ്പസ് എന്നുള്ള, ഹ്യൂമൻ ലൈഫിന്റെ പർപ്പസ് എന്നുള്ളതിനെ വെച്ചുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വ്യക്തത വരുത്താനുള്ള ശ്രമമാണ്. മനുഷ്യ ജീവിതത്തിന് ഒരു ഉദ്ദേശ്യമുണ്ടെന്ന് പലരും അവകാശപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഉദ്ദേശ്യം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഈ ഒരു ചോദ്യം മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ഉദ്ദേശ്യമുണ്ടോ എന്ന കാര്യം, അതൊരു ഏജ് ഓൾഡ് ക്വസ്റ്റ്യനാണ്. അവൻ ചിന്തിച്ചു തുടങ്ങിയ കാലം മുതൽ ഞാൻ ആര്, എന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനം എന്നത് ജീവിതം ഈ ഒരു പകിടകളി പോലെ യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. ഒരു പ്രോബബിലിറ്റിയുടെ ഒരു സാധ്യത എന്താണ്? അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങളിലേക്ക് ഫലമാണ്, കർമ്മഫലമാണോ, അല്ലെങ്കിൽ ഇതൊരു പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോസസ്സാണ് എന്ന് തുടങ്ങിയ ഒരു അന്വേഷണം ആദ്യകാലം മുതൽ തന്നെ നമ്മളെ തരത്തിലുണ്ട്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഇക്കോ സ്പിരിച്വാലിറ്റി ആധാരമാക്കിയിട്ടാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രകൃതി കൃത്യമായ ബോധമുള്ള ഒന്നാണ്. അത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. ബോധമാണ് പ്രകൃതി എന്നതാണ് അടിസ്ഥാന ആശയം. ബോധമാണ് പ്രകൃതി. ഇനി തൽക്കാലം നമുക്ക് ഇങ്ങനെ ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ എടുക്കാം. പ്രകൃതി എന്നുള്ളത് ബോധമുള്ള ഒരു സത്തയാണ്. അതിന് ബുദ്ധിയുണ്ട്. ഈ ബോധം എന്നുള്ളത് തൽക്ഷണത്തിൽ എങ്ങനെയാണോ ഉപയോഗിക്കുന്നതാണ് ബുദ്ധി എന്ന് പറയുക. അപ്പോ അതിന്റെ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഉരുവാക്കിയിട്ടുള്ളതാണ് ഇവിടെ വ്യവസ്ഥകൾ എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകളെല്ലാം തന്നെ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഉരുവാക്കപ്പെട്ടിട്ടുള്ളത്, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു പർപ്പസ് ഇല്ലാതെ ഇവിടെ ഒന്നും നിലനിൽക്കുന്നില്ല, ഒരു പ്രവർത്തനമില്ലാതെ ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോ അവിടെ ആ പ്രവർത്തനത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഈ പർപ്പസിന് വേണ്ടിയുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് നമ്മൾ സാധാരണ ജീവിതം എന്ന് പറയുക. ജീവിതം എന്ന് പറയുന്നത് വെറുതെ ഒരു സംഭവം യാദൃശ്യമായിട്ട് സംഭവിക്കലില്ല. അത് പ്രകൃതിയുടെ ക്രമമുണ്ടല്ലോ, ആ പ്രകൃതിയുടെ ക്രമത്തോട് നമ്മളുടെ പങ്കാളിത്തം, നമ്മൾ അതിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു, അതിന്റെ ഒരു എക്സ്പ്രഷനാണ്. അതിനെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. അത് പ്രകൃതി നിരന്തരം പ്രവർത്തിക്കുന്നു, പ്രകൃതിക്ക് ബോധമുണ്ട്, ബുദ്ധിയുണ്ട്, അതിനനുസരിച്ച് അതിന്റെ ഏറ്റത്താഴ്ചകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു പ്രവർത്തനത്തെ ഉരുവാക്കാനായിട്ട് നാം ഇവിടെയുണ്ട്. നാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിനെ മുൻപോട്ട് വയ്ക്കുന്നത് ഈ പ്രകൃതിയുമായിട്ടുള്ള ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമുണ്ട്. പ്രകൃതിയുടെ ഭാഗമാണ് നമ്മൾ. അപ്പൊ പ്രകൃതിയുടെ പ്രവർത്തനത്തിൽ ഞാനെന്നുള്ള എൻറ്റിറ്റിയായിട്ട് ഒരു വട്ടം വരച്ച് നമ്മൾ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള ആ ഒരു പങ്കാളിത്തമില്ലേ, ആ പങ്കാളിത്തത്തിന്റെ പ്രകടനമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ ഇതില് ആ ജീവിതത്തിലെ പ്രകൃതിയുടെ പ്രവർത്തനവുമായിട്ടുള്ള നമ്മുടെ സഹപങ്കാളിത്തത്തെയാണ് നമ്മൾ ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിനെ ആധാരമാക്കിയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ഒരു ചർച്ച വിഷയം. അപ്പൊ അതില് ഈ ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നുണ്ട്.
ആ യാദൃശ്ചികത എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. യാദൃശ്ചികത നമുക്ക് യാദൃശ്ചികമാണ്. ആ യാദൃശ്ചികതയിൽ നിന്നും ഉരുത്തിരിയുന്ന ചില മറ്റൊരു കാര്യത്തെ ഒരുപക്ഷെ ഉപരിവ്യവസ്ഥയ്ക്ക് പ്രീ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം, നമുക്കറിയില്ല. പക്ഷെ എങ്കിലും ഇതെല്ലാം കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ, ഇതെല്ലാം ചേർത്ത് ഇണക്കി നോക്കുന്ന സമയത്ത് അവിടെ അതൊരു കേവലം പ്രോബബിലിറ്റി അല്ല, അത് ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് തോന്നും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഉറപ്പായിട്ടും നമ്മളിപ്പോ ഒരു പന്തെടുത്ത് ചുമരിൽ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും. ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഒഴുക്കിനെ നമ്മൾ പോയി തടയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒഴുക്കിന്റെ ആക്കം നമ്മുടെ മുകളിലേക്ക് മാറിയിട്ട് ഒഴുക്കിന്റെ ഗതി തിരിഞ്ഞു പോകും. നമുക്ക് അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടായിന്ന് വരും. അതുപോലെ തന്നെ ഇപ്പോ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ സൗകര്യപ്രകാരം, എന്റെ ഇച്ഛ പ്രകാരമാണ്, അല്ലെ? എന്റെ ഇച്ഛയ്ക്ക് ഇവിടെ റോളുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം, അതായത് ഇവിടെ യാദൃശ്ചികതയ്ക്ക് പങ്കുണ്ട്, കർമ്മഫലത്തിന് പങ്കുണ്ട്, ഇച്ഛയ്ക്ക് പങ്കുണ്ട്. ഇവയ്ക്കെല്ലാം ഒരേ സമയത്ത് റോളുള്ള പോലുള്ള ഒരു ഡിസൈനാണ് പ്രകൃതിയുടെ. ഇപ്പൊ ഒരു വൃത്തം വരയ്ക്കുമ്പോൾ വൃത്തത്തിന്റെ തുടക്കവും ഒടുക്കവും ഒരേ ഇടത്ത് ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാനാവും, അല്ലെ? അപ്പൊ നമ്മൾ വരച്ചു തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങിയടുത്ത് തന്നെ നമ്മൾ ഒടുങ്ങി അവസാനിച്ചു എന്നതുകൊണ്ട് ഇതാണ് തുടക്കം, ഇതാണ് ഒടുക്കം എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ അതൊരു തുടർച്ചയാണ്. ഈ തുടർച്ചയുടെ ഒരു വശത്തുനിന്ന് തുടങ്ങി ഒരു വശം വരെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഇതാണ് തുടക്കം, ഇതാണ് ഒടുക്കം. അത് നമ്മളാണ് തീരുമാനിച്ചത്. പക്ഷെ ആ സംഭവം ഒരു നൈരന്തര്യമാണ്. ഇവയെല്ലാം ക്രമത്തിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങളെല്ലാം തന്നെ യാദൃശ്ചികമായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ആപേക്ഷികമായി അങ്ങനെ തോന്നുന്നു. മറ്റൊരിടത്തു നിന്ന് നോക്കുമ്പോൾ അത് യാദൃശ്ചികതയല്ല, അതൊരു തുടർച്ചയാണ്. തുടക്കവും ഒടുക്കവും ഒരിടത്തായി യാദൃശ്ചികതയല്ല, അതൊരു തുടർച്ചയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു കർമ്മത്തിന്റെ ഫലമാണ്, നമ്മൾ ചെയ്തതിന്റെ ഫലമാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് കർമ്മഫലമല്ല, അതൊരു ഡിസൈനാണ്. കർമ്മത്തിന് ഫലം ഉണ്ടാകും, ശരിയാണ്. ഈ കർമ്മം ചെയ്യാൻ നമുക്കൊരു ഇച്ഛ വേണമല്ലോ. ആ ഇച്ഛ കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷെ ഇച്ഛ കൊണ്ടാണോ അത് നടത്തുന്നത്? ഈ ഇച്ഛയ്ക്ക് മുമ്പ് ആ ഇച്ഛയ്ക്ക് കാരണമായത് എന്താണ് എന്നുള്ളത് വരുമ്പോൾ അവിടെ ഇച്ഛ പോലും ഒരു കാര്യകാരണ ബന്ധത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ എന്താണെങ്കിലും ജീവിതം എന്നുള്ള സംഭവം ഇവിടെ ഉണ്ടാകുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. അത് പല രൂപത്തിൽ, ഇച്ഛയുടെ രൂപത്തിലും കർമ്മത്തിന്റെ രൂപത്തിലും യാദൃശ്ചികയുടെ രൂപത്തിലും നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഇത് ഈ വ്യവസ്ഥാ നിയമപ്രകാരം കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഈ ഒരു സംവിധാനത്തിനകത്ത് ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഉപരിവ്യവസ്ഥയുടെ ആ ഇന്റലിജന്റ് ഡിസൈൻ ഉണ്ടല്ലോ, ആ ഇന്റലിജന്റ് ഡിസൈൻ, അതായത് പ്രകൃതി എന്നുള്ളത് ഒരു ബോധമാണ്. ആ ബോധത്തിന്റെ തൽക്ഷണത്തിലുള്ള പ്രകടനമാണ് ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധി അതാത് സമയങ്ങളിൽ, അതാത് ഇടങ്ങളിൽ, അതാത് രൂപത്തിൽ പ്രവർത്തിക്കുന്ന രൂപത്തിലുള്ള ആ ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയിൽ നമ്മുടെ ജീവൻ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് പങ്കാളിത്തം നമ്മൾ നടത്തുമ്പോൾ ജീവിത ഉദ്ദേശ്യം സാക്ഷാത്കരിക്കപ്പെടും. ആ പങ്ക് തിരിച്ചറിയുക എന്നുള്ളതാണ്, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ശരിക്കുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ഉത്തരവാദിത്തം അതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മര്യാദയ്ക്ക് ജീവിച്ചു പോകാൻ പറ്റും. ജീവിതത്തിൽ എന്ത് യാദൃശ്ചികത ഉണ്ടായാലും, എന്ത് കർമ്മഫലം ഉണ്ടായാലും, കർമ്മമുണ്ടായാലും, അതിന് കാരണമാകുന്ന ഒരു ഇച്ഛയുണ്ടായാലും അതെല്ലാം നടന്നോട്ടെ. പക്ഷെ ആ പ്രകൃതിയുടെ ആ ഒരു ഒഴുക്കിൽ നമ്മൾ അവിടെ അതിനോട് സമരസപ്പെട്ട് നിന്നു കഴിഞ്ഞാൽ ജീവിതം സുഗമമായിട്ട് പോകും. അപ്പോൾ ആ പ്രകൃതിക്ക് ഒരു ബുദ്ധി ഉണ്ടെന്നും പ്രകൃതിക്ക് ഇത് സമയാസമയങ്ങളിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ സമ്മതിക്കേണ്ടതുണ്ട്. ഈ മനസ്സെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പലതവണ സംസാരിച്ചിട്ടുള്ളതാണ്. മനസ്സെന്ന് പറയുന്നത് ഒരു പ്രവർത്തനത്തെ, ഒരു ബോധസത്ത, അതിന്റെ പ്രവർത്തനത്തെ ആസൂത്രണം ചെയ്യുന്നതിനെയാണ് മനസ്സെന്ന് പറയുക. വർത്തമാനത്തിൽ എന്താണുള്ളത്, പൂർവ്വത്തിൽ എന്താണുള്ളത്, ഇനി എന്താണ് വേണ്ടത്, തനിക്ക് എന്തൊക്കെ ഫാക്കൽറ്റീസ് ഉണ്ട്, തന്റെ അഹം എന്നുള്ള അവസ്ഥ എന്താണിപ്പോ, അത് നമ്മള് ഈ അഹത്തെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ട്, അല്ലെ? ആത്മം, സുഖീയമായിട്ടുള്ള ആത്മം, പിന്നെ നമ്മൾ നേടിയ ആത്മം, പിന്നെ നമ്മള് നിർമ്മിച്ച ആത്മം എന്ന് പറഞ്ഞ പലതരം ആത്മങ്ങളെ കുറിച്ചും. ഈ ആത്മങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പ്രകൃതി കൽപ്പിക്കുന്നത് എന്തോ അത് നിർവഹിക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ ദൗത്യം. ആ മനസ്സിനെ നമ്മൾ എങ്ങനെയാണ് അറിയുക? നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സെന്നറിഞ്ഞു. അപ്പോ പ്രകൃതിയുടെ ബുദ്ധിയെ മനസ്സിലാക്കാൻ സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രകൃതി വളരെ ബുദ്ധിപരമായി ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അനുകൂലമായി വരുമ്പോൾ നമ്മൾ അതിനെ ഭാഗ്യം എന്ന് പറയും.
നമുക്ക് അനുകൂലപ്പെട്ടു വരുന്ന സമയത്ത്. ഉപരിവ്യവസ്ഥ നമുക്ക് വേണ്ട സാഹചര്യങ്ങളെല്ലാം ചുറ്റില് അണി നിരത്തുന്ന സമയത്ത് ഇത് ഭാഗ്യം എന്ന് പറയും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുന്നിലേക്ക് ഈ നമ്മളെ വൃത്തത്തിന്റെ തുടക്കവും ഒടുക്കവും ഒരുപോലെ എന്ന് പറഞ്ഞതുപോലെ അത് യാദൃശ്ചികമല്ല. നമുക്ക് വേണ്ടുന്ന വിഭവങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന, നമുക്ക് വേണ്ടുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും മുന്നിലേക്ക് എത്തിക്കുന്ന ആ ഒരവസ്ഥ പ്രകൃതിയിൽ പ്രീ ഡിഫൈൻഡ് ആണ്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. ഏതൊരു ജീവി ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പെങ്കിലും അതിന് ഹരിക്കാനുള്ള, അത് ചെന്ന് ഹരിച്ച ശേഷം വേണം ഇവിടുത്തെ ഫോം ബാലൻസ്, ഇക്വിലിബ്രിയം നിലനിർത്താൻ എന്ന രീതിയിൽ പ്രകൃതിക്ക് ഒരു മെക്കാനിസം ഉണ്ട്. അതുകൊണ്ടാണ് ആഹാരം ഉണ്ടാക്കിയിട്ടുള്ളത്. ആഹാരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ ഹരിക്കാനുള്ള ഭക്ഷിക്കുന്ന വസ്തുക്കളെ, ജീവികളെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതൊരു ഇന്റലിജന്റ് ഡിസൈൻ ആണ്. ഈ ഇന്റലിജന്റ് ഡിസൈൻ നമുക്ക് അനുകൂലപ്പെട്ടു വരുമ്പോൾ നമ്മൾ അതിനെ ഭാഗ്യം എന്ന് പറയും. ഞാൻ ഒരു കടുവയാണ്. എനിക്ക് എന്റെ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ ചിലതിനെ ഹരിക്കേണ്ടതുണ്ട്. മാൻകൂട്ടങ്ങളെ ഹരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പുല്ല് തിന്നവർ മുടിക്കും. അതുകൊണ്ട് മാൻകൂട്ടങ്ങളെ ഹരിക്കേണ്ടതുണ്ട്. ആ ഹരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ എനിക്ക് പിടിക്കാൻ തോന്നണമെങ്കിൽ എനിക്ക് വിശപ്പ് വരണം. എനിക്ക് വിശപ്പ് വരുന്ന സമയത്ത് എന്റെ മുന്നിൽ മാൻ എത്തുന്നു. അപ്പൊ നമ്മള് ഇത് ഹരിക്കാൻ വേണ്ടി പുല്ല് തിന്നുന്ന മാനിന്റെ എണ്ണം കൂടാതിരിക്കാൻ അതിനെ ഹരിക്കേണ്ടതുണ്ട്. അതിനെ ഹരിക്കാനായിട്ട് ആ ഉത്തരവാദിത്തമുള്ള കടുവ എന്ന ഞാൻ ഇവിടെ ഉണ്ടാകുന്നു. ഇനി തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് ഇതിനൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാനിവിടെ ഉള്ളപ്പോ എനിക്ക് അതിനെ കഴിക്കാൻ, അതിനെ തിന്നാനുള്ളൊരു തോന്നൽ ഉണ്ടാകണമല്ലോ. ആ തോന്നൽ ഉണ്ടാകുന്നതിനെയാണ് വിശപ്പെന്ന് പറയുക. ആ വിശപ്പ് വരുന്ന സമയത്ത് അവിടെ മുതലേ ഞാൻ അറിയുള്ളൂ, വിശപ്പ് വരുന്നു എന്നുള്ളത് മുതലേ ഞാൻ അറിയുന്നു. അപ്പൊ ഞാൻ ആ വിശപ്പിനെ അറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് മുമ്പിൽ വേണം. എനിക്ക് കഴിക്കാനുള്ളത് മുമ്പിൽ വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ നോക്കുന്നു, നിരീക്ഷിക്കുന്നു. ആ സമയത്ത് എന്റെ മുന്നിൽ മാനെത്തുന്നു. അപ്പോൾ ഞാൻ ഭാഗ്യവാനാണ്. അപ്പോ ഈ ഭാഗ്യം എന്നുള്ളത് കേവല യാദൃശ്ചികതയാണോ? അല്ല, പ്രകൃതിയുടെ ഒരു ഇന്റലിജന്റ് ഡിസൈൻ ആണ്. അതായത് ആ പുല്ല് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മാൻ ഇല്ലാതാകുന്ന, പുല്ലിനെ തിന്നു തീർക്കുന്ന മാനിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ട് ഞാനുണ്ടായത് കൊണ്ട്, എനിക്ക് വിശപ്പുണ്ടായത് കൊണ്ട് എനിക്ക് ഭക്ഷ്യം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ തിരിച്ച് ആ ഭക്ഷ്യത്തെ ഞാൻ എടുക്കുന്ന സമയത്ത് മാനിന്റെ എണ്ണം കുറഞ്ഞു, പുല്ലിന്റെ അളവ് കൂടി. ഈ ഒരു ബാലൻസ് നിലനിർത്താൻ വേണ്ടിയാണ് എനിക്കത് തോന്നുന്നത്. പക്ഷെ എനിക്ക് വിശപ്പ് വരുമ്പോൾ എന്റെ മുന്നിൽ മാനെത്തുമ്പോൾ ഞാനത് ഭാഗ്യം എന്ന് പറയുന്നു. ഈ പുല്ല് തിന്നുന്ന മാൻ അതിന്റെ വിശപ്പ് അടക്കാനുള്ള ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ആ പുല്ല് തീറ്റി നിർവഹിക്കുന്നത്. അതുമായിട്ട് അത് പുല്ല് തിന്നലും അതിന്റെ ചുറ്റും വിഹരിക്കലും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന സമയത്ത് ആണ് എനിക്ക് ഈ കടുവ എന്ന് എനിക്ക് വിശപ്പ് തോന്നുന്നത്. അപ്പോ ഈ മാനിന്റെ അവസ്ഥ എന്തായി? അതിന് ദൗർഭാഗ്യം എന്ന് പറയും. അതിന് സ്വന്തം ജീവിതം നഷ്ടപ്പെടുന്നു പറയുന്നത്. സത്യത്തിൽ ആ ഭാഗ്യവും ദൗർഭാഗ്യവും ആപേക്ഷികമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവും അയാളെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യവുമാകുന്നു. ഇത് രണ്ടും പ്രകൃതിയുടെ ബുദ്ധിയുടെ ഭാഗമായിട്ട്, പ്രകൃതിയുടെ മനസ്സിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. പ്രകൃതിയുടെ മനസ്സിലാണ് ഇത്. അതിന് എണ്ണം കൂടുന്നുണ്ട്, എണ്ണം കുറയ്ക്കേണ്ടതുണ്ട്. അപ്പൊ ഇയാൾക്ക് വിശപ്പ് തോന്നട്ടെ, അയാൾ വന്ന് നിന്നു കൊടുക്കട്ടെ, ഇയാൾ തിന്നട്ടെ, അപ്പൊ അവിടുത്തെ പുല്ലിന്റെ അളവ് കൂടട്ടെ എന്നുള്ള കാര്യങ്ങൾ അവിടെ ഒരു ആസൂത്രണം നടക്കുന്നതുകൊണ്ട്, പ്രകൃതിയിൽ അത്തരം ഒരു ആസൂത്രണം നടക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ആ ആസൂത്രണത്തിനാണ് നമ്മൾ ലളിതമായ ഭാഷയിൽ മനസ്സെന്ന് പറയുന്നത്. ആ പ്രകൃതിയുടെ മനസ്സിനെ നമ്മൾ ഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നോ വിളിക്കുന്നതിനെ ഒരു പൊതുവെളിപ്പീരിട്ട് വിളിക്കാം. അതിനെയാണ് നിയതി എന്ന് പറയുന്നത്. നിയതമായത്, ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്, അങ്ങനെ സംഭവിക്കുന്നു. ആ സംഭവിക്കുന്ന കാര്യത്തിൽ നിയതി എന്ന് പറയുന്നു. ഈ നിയതിയെ നമ്മൾ ഇപ്പോ ഭാഗ്യം എന്ന രീതിയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലായി. ദൗർഭാഗ്യം, സന്തോഷം വന്നു. ദൗർഭാഗ്യം എന്ന രീതിയിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് സങ്കടം വന്നു. ഇത് വരുന്നത് വഴി നമുക്ക് മനസ്സിലാക്കും. അതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളാണ് പ്രകൃതിയുടെ മനസ്സ് നമ്മുടെ മനസ്സിനോട് സംവദിക്കുന്ന കാര്യം. പ്രകൃതിയുടെ മനസ്സിൽ നിന്നും നമ്മിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന സംഭവങ്ങളിൽ നിന്നും ആണ് നമ്മൾ പഠിക്കുന്നത്. സംഭവങ്ങളിൽ നിന്നുമാണ് നമ്മൾ പരിസരത്തിന്റെ ആവശ്യം മനസ്സിലാക്കുന്നത്. ഈ സംഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറം വ്യവസ്ഥയുടെ, നമ്മുടെ ഉപരിവ്യവസ്ഥയുടെ സന്ദേശങ്ങളായിട്ടാണ്. എന്റെ ശരീരം എന്റെ കൈയോട് അതിനെ എടുക്കൂ എന്ന് പറയുമ്പോൾ എന്റെ ശരീരത്തിന്റെ ആവശ്യമാണ് അത് എടുക്കുക എന്നുള്ളത്. അത് കയ്യെ കൊണ്ട് നിർവഹിപ്പിക്കണമെങ്കിൽ ആദ്യം ശരീരം കയ്യോട് ആവശ്യപ്പെടണം, തരൂ എന്ന്, എടുത്തുകൊണ്ടുവരൂ എന്ന് പറയണം. അപ്പൊ ഒരു സന്ദേശം അവിടെ കൊടുക്കേണ്ടതുണ്ട്.
ആ സന്ദേശം കൊടുക്കുന്നതിന് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ആ സംഭവം, ഉപരിവ്യവസ്ഥ നമ്മളോട് ആവശ്യപ്പെടുന്ന സംഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഉപരിവ്യവസ്ഥയുടെ സന്ദേശമായിട്ടാണ്. ഈ സന്ദേശങ്ങളുണ്ടല്ലോ, ആ സന്ദേശങ്ങൾ ഓരോ നിമിഷം, സന്ദേശങ്ങളിൽ തന്നെ പല ഭാഗങ്ങൾ കാണും. അപ്പോ നമ്മുടെ മുന്നിൽ വരുന്ന സംഭവങ്ങളെ പല ഖണ്ഡങ്ങളായിട്ടാണ് നമ്മിലേക്ക് വരുന്നത്. അതിനെയാണ് സന്ദർഭങ്ങൾ എന്ന് പറയുന്നത്. ഈ ഓരോ സന്ദർഭവും നമ്മളോട് സന്ദേശം തന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം അതിൽ പങ്കാളിയാവണം. നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന സംഭവങ്ങളെ ഡീകോഡ് ചെയ്യാൻ നമുക്കറിയണം. പട്ടിയും പൂച്ചയും ഡീകോഡ് ചെയ്തിട്ടാണോ അത് ചെയ്യുന്നത്? അല്ല. അവർ സഹജാവബോധം കൊണ്ട് മുന്നിൽ വരുന്ന സംഭവങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നു. നമ്മൾ റെസ്പോണ്ട് ചെയ്താൽ മതി, വിറ്റ്നസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്താൽ മതി, നമ്മുടെ ബുദ്ധി അതേയായിട്ട് ഉപയോഗിക്കാതിരുന്നാൽ മതി. നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പങ്കാളിയാവും. അപ്പോ ഉദ്ദേശ്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്ദർഭങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ അതിന് അനുകൂലപ്പെട്ട് അതിനനുസരിച്ച് പൊരുത്തമായി നിന്നാൽ മതി. പക്ഷെ അത് ചിലപ്പോൾ നമ്മുടെ ദൗർഭാഗ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം. അപ്പോ നമുക്ക് അതിൽ നിന്നും മാറിപ്പോകാനുള്ള ഒരു വിവേചന ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ആ വിവേചന ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് അതിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ പോകാം. മാറിപ്പോയാൽ അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, മാറിപ്പോയില്ലെങ്കിൽ അത് മറ്റൊരു നിയമമാണ്. ഇപ്പൊ ഞാൻ ഈ ഉറപ്പുള്ള കസേരയിൽ ചാരിയിരിക്കുമ്പോൾ ഞാൻ വീഴില്ല, ഉറപ്പില്ലാത്ത കസേരയിൽ ചാരിയിരുന്നാൽ ഞാൻ വീഴും. രണ്ടും സംഭവിക്കുന്നത് ഗുരുത്വാകർഷണം കൊണ്ടാണ്. അതുപോലെ പ്രകൃതിയുടെ ആ ഒരു പൊതു നിയമത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഭാഗ്യമോ ദൗർഭാഗ്യമോ ആയിട്ട് നമ്മൾ സന്ദർഭങ്ങളെ മനസ്സിലാക്കുക. നമ്മുടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ജീവിത സംഭവങ്ങളിൽ നിന്ന് നിരന്തരം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. നമ്മുടെ വാസനകൾ, ഇപ്പോ മാനിനെ കാണുമ്പോൾ തിന്നണമെന്ന് ഉള്ള ഒരു തോന്നൽ കടുവയായി എനിക്കുണ്ടായത് എന്റെ സഹജാവബോധം കൊണ്ടാണ്. അപ്പോ സഹജാവബോധവും എന്റെ സഹജമായ ബന്ധവും മാനെന്നുള്ളത് എന്റെ ഒരു ഭക്ഷണമാണെന്നുള്ള ഒരു ഭാഷ്യവും ഒക്കെ ഇവിടെ ഉണ്ടാവുന്നത് ഈ ഒരു ഇന്റലിജന്റ് ഡിസൈനിന്റെ ഭാഗമായിട്ടാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യത്തെ നിർണ്ണയിക്കുന്നത്. ആ ഉദ്ദേശ്യത്തിന്റെ നടപ്പിലാക്കലിന്റെ വെളിപ്പെടലാണ്, അതിന്റെ പങ്കാളിത്തത്തിന്റെ വെളിപ്പെടലാണ് ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളും സംഭവങ്ങളും നമുക്കുള്ള സന്ദേശങ്ങളാണ്. ആ സന്ദേശത്തോട് സമരസപ്പെട്ട് ചേർന്ന് ജീവിക്കലാണ് നമ്മുടെ ഉദ്ദേശ്യം നടപ്പിലാക്കുക എന്ന് പറയുന്നത്, ബോധത്തോടെ ജീവിക്കൽ എന്നുള്ളത്, അതായത് കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പോ ജീവിതത്തെ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ, ജീവിതത്തെ കുറച്ച് കോൺഷ്യസ് ആയിക്കൊണ്ടിരുന്നാൽ, അത് കോൺഷ്യസ് ആവുക എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വെറുതെ വ്യാകുലപ്പെടലല്ല കേട്ടോ. നമ്മൾ അവെയർ ആയിരുന്നാൽ, നമ്മൾ അതിനോട് സമരസപ്പെട്ടിരുന്നാൽ, അതിനോട് അനുകൂലപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം വ്യക്തമാവും. അവിടെ പറഞ്ഞല്ലോ, സഹജാവബോധം മുതൽ നമ്മുടെ വാസനകൾ മുതൽ ചോദനകൾ മുതൽ നമ്മുടെ ധാരണകൾ മുതൽ നമ്മുടെ മനനങ്ങൾ മുതൽ നമ്മുടെ കാഴ്ചകൾ മുതൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ മുതലുള്ള ഒട്ടേറെ കാര്യങ്ങൾ, നമ്മൾ ആ കോഗ്നിറ്റീവ് ലെവൽസിനെ കുറിച്ച് പഠിച്ച മനസ്സിന്റെ 6 തലങ്ങൾ, ആ 6 തലങ്ങളിലും ഉള്ള കാര്യങ്ങളെ നമ്മൾ സുതാര്യമായി മനസ്സിലാക്കുമ്പോൾ ഉദ്ദേശ്യം വ്യക്തമാകും. ഉദ്ദേശ്യം വ്യക്തമാകുമ്പോൾ ജീവിതം അർത്ഥവത്താകും. ഇതിലേക്കാണ് ആത്മജ്ഞാനം നമ്മെ നയിക്കുന്നത്. ആ ജീവിതത്തെ പർപ്പസ്ഫുൾ ആയിട്ട് മനസ്സിലാക്കി അതിനെ വിറ്റ്നസ് ചെയ്തുകൊണ്ട് കോൺഷ്യസ് ആയിട്ട് ജീവിക്കുക. ആ ജീവിതത്തിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന പർപ്പസിനെ പൂർത്തീകരിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ആത്മത്തിന് അതിന്റെ അർത്ഥപൂർണത ഉണ്ടാവുക, ജീവിതത്തിന് അർത്ഥമുണ്ടാവുക. അതിലേക്കാണ് ആത്മജ്ഞാനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം നിങ്ങളുടെ ജീവിതാനുഭവങ്ങളെ വെച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിത ചോദനകളെ വെച്ചുകൊണ്ട് ഒന്ന് പരിശോധിക്കുക. ആ ഓർമ്മകളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ബാക്കി സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.